കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം കേരള നിയമസഭാ സാമാജികനും നിലമ്പൂരിൽ നിന്നുള്ള MLA ശ്രീ PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വാർത്തകളുമാണ്. ഒരു രാഷ്ട്രീയ ജ്യോതിഷ നിരീക്ഷകൻ എന്ന നിലക്ക് ഈയൊരു അധ്യായത്തിലൂടെ ശ്രീമാൻ PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹത്തിൻ്റെ ജാതക വിശേഷങ്ങളുമാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചിട്ടും രാഷ്ട്രീയ വിഷയങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ ഒരു പങ്കിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ ജാതക വിശകലനം ജ്യോതിഷത്തിലൂടെ അത് എങ്ങനെ നമുക്ക് ഇത്തരം ഒരു നിലപാടുകൾ എങ്ങനെയായിരിക്കും ഭാവി തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുൻപായിട്ട് ഒരു കാര്യം മുൻ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ മഹാനവമി വിജയദശമി നാളുകളിൽ ശാക്തേയ മാന്ത്രിക പീഠത്തിൽ നമ്മൾ മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട്. വിഷ്ണുമായ, അതുപോലെ തന്നെ കരുനീലി, കരിങ്കുട്ടി, ഭദ്രകാളി, വരാഹി, ചിന്നമസ്ത, ബഹളാമുഖി, അതുപോലെ തന്നെ യക്ഷി സാധനകളും എല്ലാം നമ്മൾ മന്ത്രദീക്ഷയും അതുപോലെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാന്ത്രിക പഠനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മാന്ത്രിക പഠനവും അതുപോലെ തന്നെ ഉപാസന അതുപോലെ തന്നെ സേവയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കൃത്യമായ സമയവും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കണമെന്നും താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയം ഉപയോഗിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിൽ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം. PV അൻവർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയക്കാരൻ്റെ ഒപ്പം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജാതകം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പായിട്ട് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ലഭ്യമായിട്ടുള്ള ജനന വിവരങ്ങളാണ് നമ്മൾ ഈ ജാതക നിർമ്മിതിക്ക് ആധാരം. അത് എത്രയും സൂക്ഷ്മമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ജനന സമയം കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട് ചന്ദ്രലഗ്നം കൊണ്ടാണ് നമ്മൾ ഈ ജാതകം ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ജാതകത്തിൻ്റെ ഒരു വിശകലനം നടത്തുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അതിൻ്റെ സൂക്ഷ്മത എത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജാതകത്തിലേക്ക് കടക്കാം. അദ്ദേഹം ജനിച്ചത് ലഭ്യമായ വിവരം വെച്ച് 1967 മെയ് മാസം 26-ാം തീയതി എടവണ്ണ എന്ന സ്ഥലത്തെ പുത്തൻ വീട്ടിൽ ഷൗക്കത്ത് അലിയുടെയും മറിയുമ്മയുടെയും പുത്രനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം അല്ലെങ്കിൽ ആ ജനന സമയത്തുള്ള ജാതകം എന്ന് പറയുന്നത് തന്നെ ചന്ദ്രാലാണ് ലഗ്നം എടുത്തിരിക്കുന്നത്. 3-ാം ഭാവത്തിൽ ഗുളികൻ, 2-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. 2-ാം ഭാവം ശനിക്ഷേത്രമാണെന്ന് 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ ഗുളികൻ, 4-ൽ ചന്ദ്രൻ, 5-ൽ സർപ്പം, 6-ൽ ആദിത്യനും ബുധനും, 7-ൽ ശുക്രൻ, 8 നിൽക്കുന്നത് വ്യാഴം അതായത് ഗുരു, 9-ൽ ഗ്രഹങ്ങളില്ല. 10-ാം ഭാവത്ത് നിൽക്കുന്നത് കുജൻ, 11-ാം ഭാവത്തിൽ കേതു എന്ന ഒരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ജാതകത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ വെച്ച് രാഹുർ ദശയിൽ ചന്ദ്രാപഹാരം നടക്കുന്ന ഒരു സമയത്തു കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രഹങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചന്ദ്രൻ 2026 ഫെബ്രുവരി വരെയാണ് ചന്ദ്രാപഹാരം രാഹുർ ദശയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ജാതകം പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് അതിയോഗം എന്ന് പറയുന്ന ഒരു ജാതക യോഗമുണ്ട്. അതുപോലെ സരസ്വതി യോഗം, രാജയോഗം, അഖണ്ഡ സാമ്രാജ്യ യോഗം തുടങ്ങിയ കുറച്ച് യോഗങ്ങളൊക്കെ ഈ ജാതകത്തിലുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ എടുത്തു പറയട്ടെ. അപ്പോൾ ഇദ്ദേഹം ജനിച്ച ഒരു കുടുംബം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളോട് തുടങ്ങാം. ലഗ്നം ചന്ദ്രലഗ്നാൽ അത് ധനുരാശി ആണ്. ഈ ധനുരാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരു രാശിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആ വ്യാഴം ഉച്ചസ്ഥനായി അഷ്ടമഭാവത്തിലാണെങ്കിൽ പോലും ഉച്ചസ്ഥനായി നിൽക്കുന്ന ഒരു ജാതകമാണ്. അപ്പോൾ ഉച്ചസ്ഥനായി നിൽക്കുന്ന ആ വ്യാഴമാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം വളരെ ഉയർന്ന ഒരു തറവാടിൽ അല്ലെങ്കിൽ ഉയർന്ന ഒരു കുടുംബത്തിലായിരിക്കണം ഇദ്ദേഹം ജനിച്ചത് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. പ്രൗഢിയും പാരമ്പര്യവും ഒക്കെയുള്ള വളരെ പഴക്കമുള്ള ഒരു കുടുംബത്തിലായിരിക്കണം PV അൻവർ ജനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനനം ആ ചന്ദ്രഗ്രഹം നിൽക്കുന്ന തന്നെ ആ നാട്ടിൽ ഏറ്റവും ഒരു പ്രൗഢിയും
അതുപോലെ തന്നെ ആ നാടിൻ്റെ ഒരു ചെറിയ അധികാര കേന്ദ്രം കൂടി ആയിരിക്കണം ഇദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ പൂർവികരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുള്ള അറിവ് വെച്ച് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ ഭാരത സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ആ നാടിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമര കേന്ദ്രം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. പൊതുവെ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായി നിൽക്കുന്നത് അഷ്ടമരാശിയിലാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് തന്നെ പേരും പ്രശസ്തിയും ധനവും ഉയർന്ന ഒരു നിലയിലേക്ക് അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനാധിപത്യം വെച്ച് നിൽക്കുന്ന രാശി കർമ്മസ്ഥാനാധിപത്യം വഹിക്കുന്ന നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ്. ആ കന്നി രാശിയിൽ 5ാം ഭാവവും 12ാം ഭാവാധിപത്യവുമുള്ള കുജൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയിൽ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കാരണം ആ നിൽക്കുന്ന രാശി ചൊവ്വ, ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധൻ ശത്രുസ്ഥനാണ്. ചൊവ്വയ്ക്ക് ശത്രുവാണ് ബുധൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയിൽ എപ്പോഴും ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ സത്യവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് 3ാം ഭാവം എന്ന് പറയുന്ന ഭാവത്തിൽ അത് ശനിയുടെ പുത്രനായിട്ടുള്ള ആ ഗുളികനാണ് നിൽക്കുന്നത്. 3ാം ഭാവം നമുക്കറിയാം അനുയായികളും സഹായികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഉള്ള ആളുകളെ അദ്ദേഹത്തിന് അത്രയ്ക്ക് വിശ്വാസത്തിൽ എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ പ്രവർത്തനങ്ങൾ അദ്ദേഹം ബുദ്ധിപൂർവ്വമല്ല പല കാര്യങ്ങളും നീക്കുന്നത്. അദ്ദേഹത്തിന് സ്വയം അത് ബുദ്ധിപൂർവമാണ് എന്ന് തോന്നുമെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ അദ്ദേഹത്തിന് തന്നെ അപകടകരമാകുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു സമയം 3ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ എന്ന് അല്ലെങ്കിൽ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ അദ്ദേഹത്തെ പലപ്പോഴും കൊണ്ട് അബദ്ധങ്ങളിൽ ചാടിക്കാനും നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാരണം നിയമത്തിൻ്റെയും അതുപോലെ നിയമ ഭാവത്തിൻ്റെ ഒരു ഭാവത്തുമാണ് ശനിക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി എപ്പോഴും അദ്ദേഹത്തിന് വെല്ലുവിളികൾ നേരിടുക, നിയമപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് 3ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 4ാം ഭാവം അതുപോലെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന അത് ശനിയാണ്, നീതിയുടെയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹം നീതിയുടെ പക്ഷത്ത് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. കാരണം ആ നീതിബോധമാണ് അദ്ദേഹത്തെ പലപ്പോഴും അബദ്ധങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുന്നത്. കാരണം കൂടെ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഈ നീതിബോധമുള്ളവരല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നീതിബോധത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവിടെ ചൊവ്വ കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് 4ാം ഭാവത്തിലേക്ക് ഈ ശനിയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൊടുങ്കാറ്റ് ഉയർത്തി വിടുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചൊവ്വ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ശക്തമായ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇതിനു വേണ്ടിയിട്ട് പോരാടുന്ന ഒരാളാകുന്ന ഒരു വ്യക്തിയാണ്. കാരണം തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം ഇദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കും. 5ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പമാകട്ടെ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ബോധതലങ്ങളൊക്കെ തന്നെ നേർവഴിക്കല്ലാതെ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും അദ്ദേഹം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അപസ്വരോചിതമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വൈകല്യം ഉണ്ടാകാനും അത് സ്വമേധയ അദ്ദേഹത്തിന് തന്നെ ഭീഷണി ഉയർത്താനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും. നിവൃത്തികാരകനായിട്ടുള്ള 7ാം ഭാവാധിപനായ ബുധൻ അത് 6ാം ഭാവത്തിലേക്ക് മൗഢ്യത്തോടു കൂടി നിൽക്കുന്നു ശുക്രക്ഷേത്രത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 9ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യനും പോയി നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. ബുധന് മൗഢ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുമെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിന് തന്നെ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊക്കെയുള്ളതാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന നിവൃത്തികാരകൻ 6ാം ഭാവാധിപനും ആയതുകൊണ്ട് അദ്ദേഹം തുറന്നുവിടുന്ന പല അലയൊലികളും പല വിഷയങ്ങളും അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ് 6ാം ഭാവാധിപൻ്റെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുക. അവിടെ നിൽക്കുന്ന അത് 6ാം ഭാവാധിപൻ 7 നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി കൂടെ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇപ്പുറമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് വരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 8ൽ നിൽക്കുന്ന വ്യാഴമാകട്ടെ ഉച്ചസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് 12ാം ഭാവത്തിലേക്ക് ദൃഷ്ടി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു തലത്തിലേക്ക് പോകുന്നത് കൊണ്ട്
പലപ്പോഴും അദ്ദേഹത്തിന് ഉയർന്ന തലങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും ഈശ്വരാധീനം ഉണ്ടാകുന്നു എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 9ാം ഭാവാധിപൻ ഞാൻ നേരത്തെ പറഞ്ഞു, അത് 6ലാണ്, ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴുള്ള സമയങ്ങളും അദ്ദേഹം ഉയർത്തിവിട്ട വിവാദങ്ങളും അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കർമ്മസ്ഥാനത്ത് ബുധൻ ചൊവ്വ നിൽക്കുന്നു, അത് ബുധക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കർമ്മമേഖലകളിൽ അനുകൂലമാകുന്ന ആളുകളെക്കാൾ പ്രതികൂലമാകുന്ന ആളുകളെ അല്ലെങ്കിൽ മിത്രങ്ങളെക്കാൾ ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നതാണ് നമുക്ക് ജ്യോതിഷവശാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു പൂരാടം നക്ഷത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറഞ്ഞു. ആ പൂരാടം നക്ഷത്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ ശനി അതിൻ്റെ മാറ്റം, ശനി മാറ്റം 2025 മാർച്ച് 29-ാം തീയതി ശനിയുടെ മാറ്റം അദ്ദേഹത്തിന് കണ്ടകശനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടകശനിയോടുകൂടി തന്നെ ആ ശനി അദ്ദേഹത്തിന് ജാതകത്തിൽ നിൽക്കുന്നതും അദ്ദേഹത്തിന് ചന്ദ്രൻ 4-ാം ഭാവത്തിൽ തന്നെയാണ്. ഇപ്പോൾ അങ്ങോട്ട് തന്നെ കണ്ടകസ്ഥാനത്തേക്ക് കണ്ടകശനി കൂടെ അങ്ങോട്ട് വരുന്നു. രാഹുർ ദശയിൽ കണ്ടകശനിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. പലപ്പോഴും സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും കുടുംബപരമായും ഒക്കെ പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരും അദ്ദേഹത്തിന് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെ ബുദ്ധിമുട്ടായിട്ട് നഷ്ടസ്ഥാനത്തേക്ക് പോകാനും അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന അനുയായി വൃന്ദവും അത് ഉണ്ടാക്കുന്ന ജനസ്വാധീനവും തിരിച്ചുവിട്ട് അദ്ദേഹത്തിന് തന്നെ ശത്രുത ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയാണ്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഇനി മതപരമായിട്ടുള്ള മതത്തിൻ്റെ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയോ അത്തരം സംഘടനയുടെ ആശീർവാദത്തോടുകൂടി പ്രവർത്തിക്കുകയോ ഇല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം ചേക്കേറുകയോ ചെയ്യാനുള്ള സാധ്യതകളും കാണാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ 5-ാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയാണ്, കർമ്മസ്ഥാനം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം നിന്നു പോകില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും മറ്റ് പ്രവർത്തനങ്ങൾക്കും അതെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. എങ്കിലും അദ്ദേഹം അഴിച്ചുവിട്ട അലയൊലികൾ പെട്ടെന്നൊന്നും അണഞ്ഞു പോകില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ കണ്ടകശനി കാലം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷ തൽപരർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.